നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അല്പം ബുദ്ധിമുട്ടിക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ ആദ്യം നൽകാനുള്ളത്. മറ്റൊന്നുമല്ല, രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില കൂട്ടി. 3 രൂപയാണ് വർധനവ് വന്നിരിക്കുന്നത്. നേരത്തെ അതിൽ കൂടുതലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആഗോള വിപണിയിലെ പ്രതിസന്ധിയുണ്ട്, ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചേക്കാം എന്ന് റിസർവ് ബാങ്ക് ഗവർണർ അടക്കം ഇന്നലെ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലമുണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് 110 രൂപ കടന്നു പെട്രോൾ വില എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. രാവിലെ മുതൽ പമ്പുകളിൽ എത്തുന്നവർക്ക് ഈ വ്യത്യാസം കാണാനാകും. മറ്റൊന്ന്, കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ലീഗിന് എത്ര മന്ത്രിസ്ഥാനമുണ്ടാകും, കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകും, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്ന ഭഗീരഥ പ്രയത്നവും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ലിറ്ററിന് കൂടുന്നത് 3 രൂപ വീതം. തിരുവനന്തപുരത്ത് 110 കടന്ന് പെട്രോൾ വില. സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് UDF മന്ത്രിസ്ഥാനം ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം ഇന്ന്. 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ ലീഗ്, 2 മന്ത്രിമാർക്കായി കേരള കോൺഗ്രസ്. സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൽ നിലപാട് മയപ്പെടുത്തി രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു. ആരെയൊക്കെ മന്ത്രിയാക്കണമെന്ന് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടെന്നും ചെന്നിത്തല. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ CPM-CPI തർക്കം തുടരുന്നു. CPM ഇന്ന് നിലപാട് വ്യക്തമാക്കിയേക്കും. നേതൃത്വത്തിനെതിരെ സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷ വിമർശനം. പാർട്ടി സെക്രട്ടേറിയറ്റിൽ പുനഃസംഘടന വേണമെന്ന് അംഗങ്ങൾ. SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രഖ്യാപിക്കും. ഫലം കാത്തിരിക്കുന്നത് 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകും. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. മൂവാറ്റുപുഴയിൽ ചുഴലിക്കാറ്റിൽ കനത്ത നാശം. നിരവധി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശവും. US ചൈന നിർണായക ചർച്ച ഇന്ന്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപിന്റെ കൂടിക്കാഴ്ച. ആണവായുധ കരാറിൽ ഒപ്പുവെക്കാനും സാധ്യത. ഹോർമുസ് വഴി കടന്നുപോകാൻ ചൈനീസ് കപ്പലുകൾക്ക് ഇളവ് നൽകി ഇറാൻ. വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IPL-ൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് വിജയം. തിലക് വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. ഇന്ന് ചെന്നൈ ലക്നൌ പോരാട്ടം. കുറെ നാളുകളായി ഇങ്ങനെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് തന്നെയാണ് ആദ്യം പോകേണ്ടത്. ഈ ഹോർമുസിലെ വലിയ പ്രതിസന്ധി ആരംഭിച്ച ശേഷം, ഹോർമുസ് വഴിയുള്ള ഇന്ധന നീക്കത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ച ശേഷം ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മൾ കുറേ നാളുകളായി. ഇന്നലെ റിസർവ് ബാങ്ക് ഗവർണർ അടക്കം ഇത്തരമൊരു വർധനവ് അനിവാര്യമാണ് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്നു. പെട്രോളിലും ഡീസലിലും ലിറ്ററിന് 3 രൂപ വീതമാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. 3 രൂപയാണ്, കൃത്യമായി പറഞ്ഞാൽ 3.04 രൂപ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോൾ വില 110 കടന്നു. ഡീസൽ വിലയാകട്ടെ 99.63 രൂപയായി വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. ഈ ജില്ലകളനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. നമുക്കറിയാം, കൊച്ചി മുതൽ ഇങ്ങോട്ടെടുത്താൽ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട് നേരിയ വ്യത്യാസമുണ്ടാകും. കാരണം ഈ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കൂടി ചേർത്താണ് മിക്ക ജില്ലകളിലും ഇത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഡൽഹിയിലൊക്കെ ഇപ്പോഴും ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 90 രൂപയ്ക്ക് ഡീസൽ കിട്ടുമെന്നാണ്. അത്തരം വ്യത്യാസങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ജില്ലകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ട്. പക്ഷേ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പക്ഷേ പെട്രോളിന് നമ്മുടെ സംസ്ഥാനത്ത് വില ഉണ്ടായിരിക്കുക. 110 രൂപ കടന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്തായാലും വിലവർധനം അനിവാര്യമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ആജ്ഞയുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് സാരംഗുണ്ട്. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന്
TG സജിത്ത് കൂടിച്ചേരും. സജിത്ത്, ഇതൊരു അനിവാര്യമായ വർധനവെന്നാണ് കേന്ദ്രം പറയുന്നത്. നമ്മളിത് കുറേ ദിവസങ്ങളായി പ്രതീക്ഷിച്ചിരുന്നു ഇത്തരമൊരു വർധനവിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത്. ഏറ്റവും ഒടുവിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു വർധനവ് പ്രതീക്ഷിച്ചതാണ് രാജ്യം. ഒരുപക്ഷെ 3 രൂപയിലധികമുള്ള ഒരു വർധനവാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ 3 രൂപയുടെ വർധനവാണ് എണ്ണക്കമ്പനികൾ വരുത്തിയിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും ഒരുപോലെ 3 രൂപയുടെ വർധനവാണ്. അതിൽ ജില്ലാടിസ്ഥാനത്തിൽ വേരിയേഷൻ ഉണ്ട്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്ന തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന പ്രൈസ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുന്നത്. അതായത് പെട്രോളിന് 110 മുകളിലേക്ക് വില കയറുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഇന്ധനവില വർധനവ് നമ്മുടെ പൊതുവിപണിയിൽ വലിയ തരത്തിലുള്ള ചലനമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴത്തെ ഈ വിലവർദ്ധനവ് വരുന്ന പല സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, അന്താരാഷ്ട്ര സാഹചര്യമാണ് അതിൽ ഏറ്റവും പ്രധാനം. അന്താരാഷ്ട്ര സാഹചര്യം ഒന്ന്, പശ്ചിമേഷ്യൻ സംഘർഷം, അവിടെ ഹോർമുസ് ഉണ്ടായ പ്രതിസന്ധികൾ, ഒപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷമോ മറ്റു കാരണങ്ങൾ കൊണ്ടോ രൂപയുടെ വിനിമയത്തിലുണ്ടായ വലിയ തരത്തിലുള്ള ഇടിവ് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ പൊതുവിൽ ഈ സാഹചര്യത്തെ ബാധിച്ചിട്ടുണ്ട്. 85% നമ്മുടെ ഉപഭോഗത്തിലുള്ള ഇന്ധനം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതുണ്ടാക്കുന്ന പ്രതിസന്ധികൾ. എന്തായാലും രാജ്യത്തൊരു ഇന്ധന വില വർധനവിൻ്റെ സൂചന ഉണ്ടാകുന്നു എന്ന വാക്കുകൾ ആദ്യം പുറത്തുവിടുന്ന പ്രധാനമന്ത്രി തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു 10 ആഴ്ചയോളമായി 1 ലക്ഷം കോടിയിൽ പരം വരുന്ന നഷ്ടമാണ് രാജ്യത്തെ എണ്ണക്കമ്പനികൾ നേരിട്ടുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് തന്നെ അവർക്ക് എണ്ണ വില വർദ്ധിപ്പിക്കണമെന്ന സമ്മർദ്ദം പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് തൽക്കാലം കേന്ദ്രം ചെവിക്കൊണ്ടില്ല. കാരണം അത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ആ തെരഞ്ഞെടുപ്പൊക്കെ മാറിയ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ നമ്മൾ ഊർജ്ജം ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് എത്ര കണ്ട് ചുരുക്കി ഉപയോഗിക്കണമെന്ന സൂചന പങ്കുവെച്ചതോടുകൂടി ഇന്ധനവില വർധനം ഇനി ഉടനെ ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. അതുതന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഇന്ധനവില വർധനിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്ന് രാവിലെ മുതൽ നടപ്പിലാവുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമാവുന്നു എന്നതാണ് സാഹചര്യം. കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് ഇനി പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇന്ധനവില വർധനവ് ഒരേ സമയം അതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒപ്പം പൊതുജനങ്ങളുടെ മറ്റു പ്രതികരണങ്ങളും ഉണ്ടാവും. എന്തായാലും പൊതുവിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് വിലക്കയറ്റവും മറ്റു പ്രതിസന്ധികളും ഒക്കെ നിലനിൽക്കുന്നതിനിടയിൽ 3 രൂപയുടെ ഇന്ധനവില വർധനവ് ഉണ്ടാവുന്നത് ആ വിലക്കയറ്റം ഒന്നുകൂടി രൂക്ഷമാക്കിയേക്കാം. പൊതുവിൽ ആളുകളുടെ പ്രതികരണങ്ങൾ, ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രതികരണങ്ങളൊക്കെ ഈ മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ധന വില വർധനവ് വരുത്തിക്കൊണ്ടുള്ള കേന്ദ്ര എണ്ണക്കമ്പനികളുടെ തീരുമാനം ഇന്ന് രാവിലെ മുതലാണ് നടപ്പിലാകുന്നത്. അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ തന്നെയാണ് അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. അതാണ്. എന്തായാലും നമുക്ക് ഇന്നു മുതൽ പെട്രോളിനും ഡീസലിനും വില വർധനവാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ അത് എഫക്റ്റ് ചെയ്ത് കാണും പമ്പുകളിലും മറ്റും. തിരുവനന്തപുരത്തെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, സ്വാഭാവികമാണ് പ്രതികരണം. ഒരു അമിത ഭാരമാണ്. ഇനിയിപ്പോൾ സാധനങ്ങൾക്കൊക്കെ വില വർദ്ധിച്ചേക്കാം, സംശയമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യത്യാസം പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് ഉപഭോക്താക്കളെ ബാധിക്കുക എന്നുള്ളത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. രാവിലെ പമ്പിലൊക്കെ തിരക്കുണ്ടോ? സാരംഗ് നിൽക്കുന്ന പമ്പിൽ തിരക്കുണ്ടോ? രഞ്ജിത്ത്, അധിക പേരും ഈ ഒരു വിലക്കയറ്റം അല്ലെങ്കിൽ 3 രൂപ വർദ്ധിച്ച കാര്യം അറിയാതെയാണ് പമ്പിലേക്ക് എത്തുന്നത്. പലരും ഈ ഒരു സാഹചര്യം, അതായത് 3 രൂപ കൂടി എന്ന രീതിയിൽ പെട്രോൾ അടിക്കാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇല്ല. നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ചേട്ടാ, വില കൂട്ടി, 3 രൂപ കൂടി, ഓട്ടോക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴേ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ച് വില കൂട്ടിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പരാതിയൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോവാ, അത്രേ ഉള്ളൂ. സാധനങ്ങളുടെ വിലയും കൂടി കൂടും. സാധനങ്ങളുടെ വില കൂടും. അതെന്തായിരുന്നാലും കൂടുമല്ലോ, കൂടാതിരിക്കുമല്ലോ. എന്തായിരുന്നാലും നാടുക്കൊപ്പം ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. അത്തരത്തിലാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വില കൂടി എന്നതിന്റെ പേരിൽ ഡീസലും പെട്രോളും അടിക്കാതെ മുന്നോട്ട് പോകാനൊരു സാഹചര്യം നമുക്ക് നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ ഈ ഒരു മറ്റ് വഴികളൊന്നും ഇല്ല എന്നുള്ളതാണ് രഞ്ജിത്ത് പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, സമയമില്ലാത്ത ആൾക്കാരൊക്കെയാണ്. നമുക്കറിയാം, കഴക്കൂട്ട മേഖലയിലാണ് നമ്മളുള്ളത്. ഇവിടെ പ്രധാനമായും IT ഹബ്ബ് കൂടി ആയതുകൊണ്ട് തന്നെ വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണ്, തിരക്ക് പിടിച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എത്തുന്നവരെല്ലാം പെട്രോൾ അടിക്കുന്നു, ഡീസൽ അടിക്കുന്നു. നമ്മളെ വാർത്ത പോലും വന്നിട്ട് അധിക സമയമായിട്ടില്ല. അതുകൊണ്ട് പമ്പിലേക്ക് എത്തുമ്പോഴാണ് പലരും ഈ ഒരു സംഭവം അറിയുന്നത് തന്നെ, 3 രൂപയുടെ വ്യത്യാസം. പക്ഷേ വന്നതിന്റെ പേരിൽ ഈ ഒരു വില വർദ്ധിച്ചതിന്റെ പേരിൽ അടിക്കാതെ പോകാനും കഴിയില്ല. എന്തിനാലും ഇവിടെ സ്റ്റോക്കിന്റെ ചെറിയ പരിമിതി അടക്കമുണ്ടായിരുന്നു രാവിലെ. അതിനുശേഷമാണ് പിന്നീട് സ്റ്റോക്ക് എത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു മാറ്റം നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കുകയും ചെയ്യാം. സാരംഗ്,
അവിടെ പമ്പിൽ എത്തുന്ന സാധാരണക്കാരായ നിരവധി ആളുകൾ രാവിലെ പമ്പുകളിൽ എത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആർക്കും ഇതിനെക്കുറിച്ച് ധാരണയൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ 3 രൂപ കൂടി എന്നുള്ളത് ആർക്കും അങ്ങനെ മനസ്സിലായി വന്നിട്ടില്ല. മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെയൊക്കെയാണ് സാധാരണക്കാരിങ്ങനെ എന്തിനേയും പെട്രോൾ അടിക്കേണ്ട കാര്യം അടിച്ചല്ലേ പറ്റൂ. സാധാരണ ഈ സാധനങ്ങളുടെ അടക്കം വില കൂടും. ഈ ഡീസലിനും പെട്രോളിനും വില കൂടുമ്പോൾ ഒരു പ്രശ്നമാണത്. മറ്റെല്ലാ സാധനങ്ങൾക്കും അതന്നെ എല്ലാ സാധനങ്ങളെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുക തന്നെ. സാധാരണക്കാരും ആരും നോക്കുന്നില്ല. ഇത് തന്നെ വേറെ ഒന്നും പറയാനില്ല. സാധാരണ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് എന്ത് ചെയ്യും? വീണ്ടും അത് തന്നെ ചെയ്തോണ്ടിരിക്കും. നമ്മൾ വീണ്ടും സാധനങ്ങൾ മേടിക്കേണ്ട കാര്യം ചെയ്തല്ലേ പറ്റൂ. അതന്നെ ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ പെട്രോൾ വീണ്ടും വില കൂടി. നമ്മൾ അടിക്കേണ്ട കാര്യം അടിച്ചല്ലേ പറ്റൂ. ശരി. അതിലാണ് നമുക്ക് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വിലവർധന ഉണ്ടായതെങ്കിൽ പോലും ചെറിയ വർധന അല്ല, 3 രൂപയാണ്. പക്ഷെ അത് ഈ ഒരു സാഹചര്യത്തിൽ, കാരണം മറ്റ് എല്ലാ കാര്യങ്ങളിലും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കും, കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങൾ എത്താനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് എങ്ങനെ അവർ മാനേജ് ചെയ്യും? കാരണം അതൊരു പശ്ചിമേഷ്യൻ യുദ്ധമടക്കം നിലനിൽക്കുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ അത് നേരിട്ട് പല സാധാരണക്കാരെയും ബാധിച്ചു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് എങ്ങനെ അവർ മാനേജ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. കാരണം കേരളത്തിന്റെ ഒരു സാഹചര്യം നമുക്കറിയാം. പുറമേ നിന്നാണ് കൂടുതലും സാധനങ്ങൾ എത്തിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നടക്കമാണ് സാധനങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഡീസലിന്റെ വർധനവടക്കം ലോറിയുടെ വാടക ആയിക്കോട്ടെ, അതിന്റെ കാര്യങ്ങളായിക്കോട്ടെ, അതിലടക്കം മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം തീർച്ചയാണ്. അത് എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. കാരണം ഒരു പരിധിവരെ സാധാരണക്കാരാണ് ഇവിടെ കൂടുതലായും ഉള്ളത്. അത് നമുക്ക് കൂടുതൽ പ്രതികരണം തന്നെ നോക്കാം. പെട്രോളിന്റെ പൈസ കൂടി. അത് ഞാൻ അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അറിയാം. തമിഴാണ് ഞാൻ. എന്ത് ചെയ്യാനും മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഇനിയിപ്പം വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ മോസ്റ്റ്ലി ഈ ക്രൂഡ് ഓയിൽ ഡിസ്പ്യൂട്ടൊക്കെ നോക്കുമ്പോൾ ഇതാണ് ഐ തിങ്ക് സോ മാനേജ് ചെയ്ത് പോവാ. വിധത്തിലാണ് വലിയ രീതിയിൽ ബാധിക്കാൻ തുടങ്ങുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും വിലവർധനവ്. നമുക്ക് രഞ്ജിത്ത് അറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ഇനി വിലവർധന ഉണ്ടാവും. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഹനങ്ങളുടെ ഗതാഗതം മാത്രമല്ല മറ്റ് ഉൽപ്പന്നങ്ങളുടെ വിലയും അടക്കം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മറ്റ് പല കാര്യങ്ങളുടെയും വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെ സാധാരണക്കാരെ ബാധിക്കുമെന്ന കാര്യം അറിയില്ല. വില വർദ്ധിച്ച അറിഞ്ഞായിരുന്നു? വില കൂടി അറിഞ്ഞായിരുന്നു? ഇല്ല. എവിടെ അടിക്കാതെ വേറെ രക്ഷയില്ല. ഇല്ല, വേറെ രക്ഷയില്ല. അടിച്ചാലേ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് രഞ്ജിത്ത്, നമ്മളെ പൊതുജനങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ അവർ വന്നവരാരും മടങ്ങി പോകുന്നില്ല. എല്ലാവരും അടിച്ചു തന്നെ പെട്രോളും ഡീസലും അടിച്ചു തന്നെ മുന്നോട്ട് വന്നു. കാരണം അതിപ്പോൾ ഒരു സാധാരണക്കാരന്റെ ഒരു വിഷയമായി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രഞ്ജിത്ത്, അതാണ് എന്തായാലും പെട്രോളും ഡീസലും ഏറ്റവും അനിവാര്യമായി ജനം ഉപയോഗിക്കുന്ന അവശ്യ വസ്തുക്കൾ തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. 2 രൂപ കൂടിയാലും 3 രൂപ കൂടിയാലും 10 രൂപ കൂടിയാലും അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. കാരണം അത്രത്തോളം വാഹന ഉപയോഗം നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സാധാരണക്കാർ കൂടുതൽ ഡീസലും പെട്രോളും അടിക്കുന്നവരുടെയൊക്കെ മേലുണ്ടാകുന്നൊരു വലിയ ഭാരമായി കൂടി മാറുന്നുണ്ട്, സംശയമില്ല. കൊച്ചിയിലെ ഉപഭോക്താക്കളുടെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകണം. അവിടെ ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ ഇപ്പോൾ തിരുവനന്തപുരത്ത് സാരംഗ് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ ഇതായി തൊട്ട് മുമ്പ് നമ്മളടക്കം ഈ വാർത്ത ബ്രേക്ക് ചെയ്തിട്ടേ ഉള്ളൂ. പല ആളുകളും പ്രതീക്ഷിച്ചിരുന്നു ഇത്തരമൊരു ഇന്ധന വില വർധനവിനെക്കുറിച്ച്. 3 രൂപ എന്നുള്ള ചെറിയൊരു ആശ്വാസമുണ്ട്. ഇതിൽ കൂടുതലൊക്കെ ഉണ്ടാകുമെന്നായിരുന്നു മാധ്യമങ്ങളിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന റിപ്പോർട്ടുകൾ. ഈ 3 രൂപയുടെ വ്യത്യാസത്തെ എങ്ങനെയാണ് കാണുന്നത് ഉപഭോക്താക്കൾ? അവരുടെ പ്രതികരണം തേടാം. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ ഇറക്കുമതി തീരുവ കൂട്ടിയിരുന്ന ഒരു സാഹചര്യത്തിലും പഞ്ചസാരയുടെ വില വർധനവും ഒക്കെ വന്നിരുന്ന ഒരു സാഹചര്യത്തിലുമൊക്കെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധന ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു മൊത്തത്തിലെന്ന് വേണം പറയാൻ. നമുക്ക് നമ്മുടെ ഈ കത്രിക്കടവിലുള്ള പമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിറയെ ആളുകൾ എന്തായാലും ഇതടിക്കാൻ വേണ്ടിയിട്ട്, ഇന്ധനം അടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കാറിലാണ്, 2 വീലറിലുള്ള ആൾക്കാരാണ് കൂടുതൽ കൺവീനിയന്റ് എന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടാ, പെട്രോളിന്റെ വില കൂടിയിട്ടുണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു? എങ്ങനെ എന്തായാലും അടിച്ചല്ലേ പറ്റുള്ളൂ? അല്ല, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. ഇന്ധന വിലയെല്ലാം കൂടുന്നു, സാധനങ്ങളുടെ വില കൂടുന്നു, ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെ 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 അടിച്ചേ പറ്റുള്ളൂ. അതെ 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 തുടങ്ങിയായിരുന്നു. അറിഞ്ഞു തുടങ്ങി. ന്യൂസ് കാണുന്നുണ്ടല്ലോ. അതെ,
അത് തന്നെയാണ്, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഗ്യാസിന്റെ വില വർധനവ്. ഇപ്പോൾ ചെറിയ ഗ്യാസുകളൊക്കെ ഈ പമ്പിൽ തന്നെ ചെറിയ ഗ്യാസ്, അതായത് 5 ലിറ്ററിന്റെ നേരത്തെ ഉണ്ടായിരുന്ന 560 രൂപയാണ്, പക്ഷെ അതിപ്പോൾ 830 രൂപയ്ക്കാണ് അതിപ്പോൾ വിൽക്കുന്നത്. അതുപോലെ തന്നെ പുതിയ കണക്ഷനാണ് അവർ പ്രേരിപ്പിക്കുന്നത് കൂടുതൽ. അതായത് നമ്മൾ ഈ ഇന്ധനം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൊക്കെ പുതിയ കണക്ഷൻ എടുക്കാൻ, അല്ല പുതിയത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ചേട്ടാ വില കൂടിയല്ലോ അല്ലേ, പെട്രോളിന്റെ വില കൂടിയല്ലോ അല്ലേ? ഒരു സെക്കൻഡ് രഞ്ജിത്തേട്ടാ, നമുക്ക് കൂടുതൽ ആൾക്കാർ എത്തേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് ചേട്ടാ, പെട്രോളിന്റെ വില കൂടിയില്ലേ? പെട്രോളിന്റെ വില കൂടിയല്ലോ, അപ്പോൾ എന്ത് തോന്നുന്നു? പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണോ? പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണ്. അറിഞ്ഞിരുന്നോ വില കൂടിയെന്ന്? ഞാൻ അറിഞ്ഞാന്നു, പക്ഷേ എന്തെന്ന് പറയാനാ, എല്ലാത്തിന്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തരണം ചെയ്ത് പോയാലേ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും. അത് തന്നെ ആണ് രഞ്ജിത്ത്, സാധാരണക്കാർക്ക് ഇത് പെട്രോളിന്റെ വില കൂടിയായിരുന്നു, അറിഞ്ഞോ? പെട്രോൾ വില കൂടിയായിരുന്നു. അറിഞ്ഞിട്ടാണോ വന്നേക്കുന്നത്? ഇന്ന് രാവിലെ ന്യൂസിലാ കണ്ട. ഇപ്പൊ വണ്ടിയിൽ പെട്രോൾ ഇല്ല, പെട്രോൾ അടിക്കാനും പറ്റും. കുറച്ച് 3 രൂപയിൽ കൂടിയുള്ളൊരു ആശ്വാസം ഉണ്ടല്ലേ? അതെ അതെ. രഞ്ജിത്ത്, ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കൂടുതൽ ആളുകളും അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും വലിയ ഒരു റഷ് നമുക്ക് എന്തായാലും രാവിലെ പമ്പിൽ കാണാനില്ല. വലിയ വാഹനങ്ങൾ, അതായത് നിർബന്ധിതമായി അടച്ചിട്ട് പോകേണ്ടുന്ന വാഹനങ്ങളാണ് ഉള്ളത്. എന്തായാലും നമുക്ക് നോക്കാം, ഈ ഗ്യാസിന്റെ വിലയും അതുപോലെ തന്നെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അതായത് ഇവിടുന്ന് കൊടുക്കുന്ന പമ്പിൽ നിന്ന് അലോ ചെയ്യുന്ന ഇതിന്റെ വില, കണക്ഷൻ വിലയും അതുപോലെ 300 രൂപയാണ് 5 ലിറ്ററിന്റെ ഗ്യാസിന് ഒറ്റയടിക്ക് കൂട്ടി വാങ്ങുന്നത്. അപ്പോൾ അത്തരമുള്ള ഭയങ്കര ക്രൈസിസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാതെ തന്നെ ഇപ്പോൾ 3 രൂപ കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പെട്രോൾ ഇത് പ്രതീക്ഷിച്ചിരുന്നതുമാണ്. നമ്മൾ ഇന്ധനവില അധികം താമസിയാതെ കൂടുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നതുമാണ്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ സ്വർണ്ണം വെള്ളി ഇറക്കുമതി തീരുവ കൂട്ടി, അതുപോലെ പഞ്ചസാരയുടെ കയറ്റുമതി റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സാമ്പത്തികമായി മൊത്തത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ സാമ്പത്തികമായി മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോവുകയാണ്. അത് കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ അതിന്റെ ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ വില കൂടിയത് ആളുകളൊന്ന് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ഭയങ്കര ഒരു റഷ് പമ്പിൽ രാവിലെ കാണുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ ഈ എറണാകുളത്തെ ഒരു പമ്പിൽ, അതായത് എപ്പോഴും തിരക്കുള്ള ഒരു പമ്പിൽ തന്നെയാണുള്ളത്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് സംസാരിക്കാനും എല്ലാവരും റിയാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇല്ല നിലവിൽ. എന്തായാലും പെട്രോളിന്റെ വില കൂടിയെന്ന് അറിഞ്ഞായിരുന്നോ? പെട്രോളിന്റെ വില കൂടിയിട്ടുണ്ട്. എന്താ പേര്? അശ്വിനെ അറിഞ്ഞിട്ടില്ല, വില കൂടിയത് അറിഞ്ഞിട്ടില്ല. എന്തായാലും വില കൂടിയിട്ടുണ്ട്, കിട്ടും. അപ്പോൾ ചേട്ടാ, പെട്രോളിന്റെ വില കൂടിയത് അറിഞ്ഞാ? അറിഞ്ഞില്ല. അതിനകത്ത് നോക്കിയപ്പോ 95 ഇപ്പൊ 92 എത്ര രൂപ കൂടിയ? 3 രൂപ കൂടിയാണല്ലേ. എന്ത് ചെയ്യാനാണ് ഇപ്പൊ? ഗ്യാസ് പോലും കിട്ടണ, എത്ര ഹോട്ടലുകളൊക്കെ പൂട്ടിയിട്ടാണ്. അപ്പൊ കിട്ടാത്തതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാതെ പറ്റില്ലല്ലോ. മൊത്തത്തില് കൂട്ടുമല്ല, അതിപ്പോ എന്ത് ചെയ്യാൻ? കൂട്ടും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മ അതൊക്കെ കണക്കാക്കി നോക്കിയിരുന്നാൽ മതി. വേറെ എന്തു പറയാൻ? ഇതൊക്കെയാണ് ഉപഭോക്താക്കളുടെ പ്രതികരണം. ഏതായാലും പലരും ഈ വിവരം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അറിഞ്ഞു വരുന്നവരാകട്ടെ അനിവാര്യതയാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നങ്ങളും ഭാരവും മറ്റും പങ്കുവെക്കുന്ന ആളുകളുമുണ്ട്. ആജ്ഞ രവീന്ദ്രനും സാരംഗ് സുധാകരനുമാണ് തിരുവനന്തപുരത്തു നിന്നും. കൊച്ചി സർക്കാർ രൂപീകരിക്കാൻ VD സതീശനെ ക്ഷണിച്ച് ഗവർണർ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞയും തിങ്കളാഴ്ച ഉണ്ടാകും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ UDFിൽ സജീവമായി ഇപ്പോഴും തുടരുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി സതീശൻ നിയമന കത്ത് കൈമാറിയിരുന്നു. സഖ്യകക്ഷികളുടെ പിന്തുണ അറിയിക്കുന്ന കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ചു. സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ VD സതീശൻ മന്ത്രിസഭയിൽ ആരൊക്കെ അംഗങ്ങളാകും എന്നതിലും ആകാംക്ഷയേറുകയാണ്. ഇടഞ്ഞു നിൽക്കുന്ന
രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ദേശീയ നേതൃത്വം ചർച്ചകൾ നടത്തുന്നതായി സൂചനയുണ്ട്. മന്ത്രിസഭയിലെ സുപ്രധാന വകുപ്പ് അതിപ്പോൾ ആഭ്യന്തരമോ ധനകാര്യമോ എന്നതിലാണ് കൃത്യമായ തീരുമാനം വരാനുള്ളത്. അത് ഏറ്റെടുക്കുമെന്നാണ് ചെന്നിത്തല ഹൈക്കമാൻഡൊക്കെ പ്രതീക്ഷിക്കുന്നത്. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിശ്വനാഥ്, ഷാനിമോൾ ഉസ്മാൻ, AP അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, M വിൻസെന്റ്, N ശക്തൻ, M ലിജു, ബിന്ദു കൃഷ്ണ, മാത്യു കുഴൽനാടൻ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ പേരുകൾക്ക് സാധ്യതാ പട്ടികയിൽ ഇപ്പോൾ മുൻഗണനയുണ്ട്. മുഖ്യമന്ത്രിയും സ്പീക്കറും അടക്കം 12 പേർ കോൺഗ്രസിന്റെ പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. TG സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സൈത്ത്, ഹൈക്കമാൻഡിന്റെ സതീശന്റെ മുന്നിലുള്ള വലിയൊരു വെല്ലുവിളി രമേശ് ചെന്നിത്തലയെ സാന്ത്വനപ്പെടുത്തുക, മന്ത്രിസഭയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ്. കാരണം പുറത്തു നിൽക്കുന്ന ചെന്നിത്തല അകത്ത് നിൽക്കുന്ന ചെന്നിത്തലയേക്കാൾ അപകടകാരിയാണ്, സംശയമില്ല. 5 വർഷം സതീശന് സമാധാനമായി ഭരിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് കരുതാം. ഒപ്പം മറ്റ് മന്ത്രിമാരുടെ വിവരങ്ങൾ, കൂടുതൽ സാധ്യതാ പട്ടികയിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലോ അല്ലേ? രഞ്ജിത്ത്, ഇനിയുള്ള ആകാംക്ഷ മുഖ്യമന്ത്രി ആര് എന്നതായിരുന്നു ഇതുവരെയുള്ള ആകാംക്ഷ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ആകാംക്ഷ ആരൊക്കെയാണ് കോൺഗ്രസിന്റെ മന്ത്രിമാർ, അല്ലെങ്കിൽ VD സതീശൻ മിനിസ്ട്രിയിലെ മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെ എന്ന ചോദ്യമാണ്. അതിൽ കോൺഗ്രസിന് ആരൊക്കെ മന്ത്രിമാർ എന്ന കൗതുകം ആദ്യം തന്നെ ഉണ്ടാവും. കാരണം ഒരു നിര നേതാക്കളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് പരിഗണിക്കേണ്ടത്. ഇതിൽ അരിച്ചരിച്ച് വരുമ്പോൾ ആരൊക്കെ മന്ത്രിസഭയിലേക്ക് വരുമെന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ പലരും വർഷങ്ങളായി മത്സരിച്ച് വരുന്നവരാണ്. അവർക്കെല്ലാം മന്ത്രിസഭാ സ്ഥാനം കിട്ടുമോ, അതല്ല ഒരു ജനറേഷൻ ചേഞ്ച്, അത് VD സതീശൻ കൂടി വരുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ചേഞ്ച് മന്ത്രിസഭയിലും പ്രകടമാകുമോ എന്ന ചോദ്യമാണ്. അവിടെയാണ് ഈ സാധ്യതകൾ പല രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ പരിചിത മുഖങ്ങൾ ഉണ്ട്. അത്തരം ആളുകളെ മാറ്റി നിർത്തി പുതിയ ആളുകളെ കൊണ്ടുവരുമോ, VD സതീശൻ്റെ ഒരു സ്റ്റൈൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഉണ്ടാകുമോ എന്നതാണ്. പക്ഷേ VD സതീശന് സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യമാണ് മന്ത്രിസഭാ രൂപീകരണത്തിൽ ഏറ്റവും പ്രകടമാവുക. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അതിനപ്പുറം മറ്റു ചില താല്പര്യങ്ങൾ കൂടി കടന്നു വന്നേക്കാം. അപ്പോൾ അത് ആരൊക്കെ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തലയെ എങ്ങനെ പരിഗണിക്കും, രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ ഗുരുവായൂരിലെത്തിയ അദ്ദേഹം VD സതീശന് ആശംസ നേരുന്നു എന്ന നിലപാടെടുത്തിരുന്നു. പക്ഷേ അതിനപ്പുറം മന്ത്രിസഭയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭാ അംഗങ്ങളെ നിശ്ചയിക്കുക എന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇപ്പോഴും ഒരു ആകാംക്ഷ നിലനിർത്തുകയാണ്, സസ്പെൻസ് രമേശ് ചെന്നിത്തല ബാക്കി നിർത്തിയേക്കുകയാണ്. രമേശ് ചെന്നിത്തല ഇനി പ്രധാനപ്പെട്ട വകുപ്പ്, ആഭ്യന്തരം പോലെയുള്ള വകുപ്പുകൾ കിട്ടിയാൽ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അതായത് 10 വർഷം മുമ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് കൂടിയാണ് ആഭ്യന്തര വകുപ്പ്. അദ്ദേഹത്തിന് സ്വാഭാവികമായും VD സതീശൻ, അദ്ദേഹത്തിൻ്റെക്കാൾ 8 വർഷത്തിലധികം ജൂനിയറായ VD സതീശന് കീഴിൽ മന്ത്രിയായിരിക്കുക എന്നൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹം നിലപാട് മാറ്റി വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. സതീശൻ, ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന MLA മാർ കടുത്ത സമ്മർദ്ദം അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാവണമെന്ന സമ്മർദ്ദം ശക്തമായി ചൊലുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം ഉണ്ടാവേണ്ടതുണ്ട്. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടൽ കൂടി നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ഹൈക്കമാൻഡിന് മുന്നിൽ ഇനിയുള്ള ദൗത്യം 2 പേരെ പ്രധാനമായും അനുനയിപ്പിക്കുക. ഒന്ന് KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട അനുനയ നീക്കങ്ങൾ ഇന്നലെ നടന്നതിന് തുടർച്ചയായുള്ള ബാക്കി നീക്കങ്ങൾ നടക്കേണ്ടി വരും. മറിച്ച് രമേശ് ചെന്നിത്തലയെ കൂടി ഒപ്പം നിർത്തേണ്ടി വരുമെന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി. രണ്ടാമത്തെ കാര്യം, UDF മിനിസ്ട്രിയിലേക്ക് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിമാർ അനുവദിക്കുമെന്ന കാര്യം കൂടിയാണ് വ്യക്തത ഉണ്ടാവേണ്ടത്. നമുക്കറിയാം, 5ാം മന്ത്രി വിവാദകാലമൊക്കെ നമുക്കറിയാം. സ്വാഭാവികമായി ഇത്തവണയും 5ാം മന്ത്രി എന്ന ക്ലെയിം അവർക്ക് ഉന്നയിക്കാം. കാരണം ഏറ്റവും ഒടുവിലത്തെ UDF മിനിസ്ട്രിയിൽ അവർക്ക് 5 മന്ത്രിമാരുണ്ടായിരുന്നു. ആ ക്ലെയിം തന്നെ അവർ ഉന്നയിക്കും. അതിനപ്പുറം ഡെപ്യൂട്ടി സ്പീക്കർ പോലെയുള്ള സ്ഥാനങ്ങളും ലീഗ് ലക്ഷ്യമിടുന്നുണ്ട്. അതിലേക്ക് ആര് കടന്നു വരുമെന്ന ചോദ്യമാണ്. അപ്പോൾ ലീഗിൻ്റെ മന്ത്രിമാരെന്ന കാര്യത്തിൽ കൂടി വ്യക്തതയുണ്ടാവും. അപ്പോൾ 10ഉം ഒപ്പം സ്പീക്കർ സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും സംബന്ധിച്ച് അതാണ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്നത്. മറ്റ് എണ്ണത്തിൽ മാത്രമേ, പരമാവധി 10 എണ്ണത്തിൽ മാത്രമേ വീതം വെപ്പ് നടക്കാൻ സാധ്യതയുള്ളൂ. അതിൽ ലീഗ് 5 മന്ത്രിമാരെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്നത് 5 മന്ത്രിസ്ഥാനങ്ങളാണ്. ആ 5 മന്ത്രിസ്ഥാനങ്ങൾ എങ്ങനെ വീതം വയ്ക്കുമെന്നുള്ളതാണ്. ചെറു ഘടകകക്ഷികൾക്കെല്ലാം ഓരോ എണ്ണം വീതം നൽകും. കേരള കോൺഗ്രസ് 2 ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ഒരെണ്ണം മാത്രം, അത് മോഹൻ ജോസഫിലേക്ക് ഒതുങ്ങും. ഷിബു ബോബി ജോൺ RSPയിൽ നിന്നാവും. അനൂപ് ജേക്കബിന് ടേം വ്യവസ്ഥയിലാണോ കൊടുക്കുക, അതല്ലെങ്കിൽ നേരിട്ട് ഒരു പൂർണ്ണ മന്ത്രിസ്ഥാനം കൊടുക്കുമോ? മാണി സി കാപ്പനെ എങ്ങനെ പരിഗണിക്കും? ഇതടക്കമുള്ള CMB എങ്ങനെ പരിഗണിക്കും? ഇതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ കോൺഗ്രസിന് മുന്നിൽ, UDFന് മുന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി കൂടി മന്ത്രിസഭാ വീതം വെപ്പ് കൂടിയാണ്. അതാണ് ഇന്നത്തെ ദിവസം ഉണ്ടാവേണ്ട തീരുമാനം. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് 1 ലക്ഷത്തിലധികം ആളുകളെ അണിനിരത്തിക്കൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വളരെ വിപുലമായ ഒരു സംവിധാനമാണ്. 10 വർഷത്തിന് ശേഷം സംസ്ഥാന ഭരണത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് പറയുമ്പോൾ അത് വലിയ ആഘോഷമാക്കുക. പതിവായി UDFൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ
ലോക് ഭവൻ കോമ്പൗണ്ടിൽ പന്തലിട്ട് നടത്തുക എന്നതാണ് പതിവായ രീതി. പക്ഷേ ഇത്തവണ അത് മാറ്റി വലിയ വിപുലമായൊരു സംവിധാനമാണ് ഒരുക്കുന്നത്. മാത്രമല്ല എല്ലാ മന്ത്രിസഭാംഗങ്ങളും അന്നത്തെ ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് ആദ്യ മന്ത്രിസഭാ യോഗം ചേരുക. ഇതാണ് വി ഡി സതീശന്റെ കൂടി ലക്ഷ്യം. അപ്പോൾ ഇന്ന് പകൽ ദിനം നടക്കാൻ പോകുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകളും ആലോചനകൾ കൂടിയാണ്. തീർച്ചയായും ആരൊക്കെ മന്ത്രിമാരാകും, രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുമോ? കഴിഞ്ഞ 10-15 ദിവസമായി മുഖ്യമന്ത്രിയെക്കുറിച്ചായിരുന്നു ചർച്ച. ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് UDF കടക്കുകയാണ്. ലീഗിന് 5 മന്ത്രിസ്ഥാനം കിട്ടുമോ? ജോസഫ് ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ? ചെറുകക്ഷികളെ എങ്ങനെ പരിഗണിക്കും കോൺഗ്രസ്? അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകാനുണ്ട്. ഏതായാലും മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു. സതീശന് ആശംസകൾ നേരുന്നു. സതീശന് UDF പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്നും രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ശ്രീ വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനുള്ളത്. ആ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിമാരെ ആവശ്യപ്പെടും എന്നാണ് നമുക്കിപ്പോൾ നേരത്തെ തന്നെ അവർ അത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് നൽകാനുള്ള ധാരണ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം 5 MLA-മാർക്ക് 1 മന്ത്രി എന്ന നിലയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ലീഗിൻ്റെ കാര്യത്തിലും 4 മന്ത്രിമാർ എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ ഒതുക്കപ്പെട്ടേക്കാം. സമാനമായി തന്നെ കേരള കോൺഗ്രസിന് ഒരുപക്ഷെ ഒരു മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലെങ്കിൽ ചീഫ് വിപ്പോ അത്തരമൊരു സ്ഥാനം കൊണ്ട് അവർ തൃപ്തിപ്പെടേണ്ടി വന്നേക്കാം. മറ്റു പാർട്ടികളും ഇന്ന് നിലപാട് വ്യക്തമാക്കും. ഒപ്പം ലീഗിൻ്റെ മന്ത്രിമാരുടെ പട്ടികയിൽ സർപ്രൈസ് പേരുകൾ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, VK കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ മന്ത്രിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ. 2ാം സ്ഥാനീയനായി കുഞ്ഞാലിക്കുട്ടി ഉണ്ടാകും. ഒപ്പം ഷംസുദ്ദീൻ പാലക്കാട് നിന്ന് സ്വാഭാവികമായും പരിഗണിക്കപ്പെടുന്ന ഒരു പേരാണ്. KM ഷാജി അന്തരീക്ഷത്തിലുള്ള ഒരു പേരാണ്. PK ബഷീറിൻ്റെ പേര് ആദ്യം മുതൽ തന്നെ പരിഗണനയിലുണ്ട്, സീനിയോറിറ്റിയൊക്കെ വെച്ച് വരുമ്പോൾ. അങ്ങനെ ഒരു 4 മന്ത്രിമാരെ നമുക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. 5ാം മന്ത്രി ആര് അങ്ങനെ ലഭിച്ചാൽ എന്നുള്ള ചോദ്യം പ്രധാനമായി ഉയരുന്നുണ്ട്. അത്തരമൊരു സാധ്യതകളിലേക്ക് ലീഗ് കാര്യങ്ങൾ കടുപ്പിക്കുമോ? രഞ്ജിത്ത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഇത്തവണ മുസ്ലിം ലീഗിന് നിയമസ്വാതന്ത്ര്യത്തിൽ നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ 5 മന്ത്രിമാർ വേണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും 5 MLA-മാർക്ക് 1 മന്ത്രി എന്ന രീതിയിലുള്ള ഫോർമുലയാണ് ആദ്യഘട്ടം മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 5 മന്ത്രിസ്ഥാനം വാങ്ങിയെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ലീഗിനുണ്ട്. അതേസമയം ഈ 4 മന്ത്രിമാർ എന്ന വാദത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ 4 മന്ത്രിസ്ഥാനവും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് പോലുള്ള സ്ഥാനങ്ങളും ചോദിക്കാനുള്ള ഒരു ആലോചനകളും ലീഗിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ലീഗിൽ നിന്നും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ചർച്ചകളോ തർക്കങ്ങളോ പോലും ആവശ്യമില്ലാത്ത ഒരാൾ PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ നേരത്തെ വ്യവസായ വകുപ്പ് അടക്കമുള്ളവ ഭരിച്ച ആളാണ്. ഏറെ പരിചയസമ്പന്നനായ ആളാണ്. ഒരുപക്ഷെ ഈ UDF മന്ത്രിസഭയിലെ ഏറ്റവും അധികം പരിചയസമ്പന്നനായ ഒരു വ്യക്തി കൂടി കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് ഏതാണ്ട് ഉറപ്പായ ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന് 3 തവണ MLA ആയ PK ബഷീറാണ്. അദ്ദേഹം വലിയ കാര്യപ്രാപ്തിയുള്ള, ഇപ്പോൾ വയനാട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ലീഗിന് അഭിമാനാർഹമായ നേട്ടം വരുന്ന രീതിയിൽ ആ ഭവന നിർമ്മാണ പദ്ധതിയൊക്കെ പൂർത്തീകരിച്ച ആളാണ്. അദ്ദേഹമാണ് 2ാമത്തെ ആളായി ഈ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 3ാമത് KM ഷാജിയാണ്. KM ഷാജിയെ മന്ത്രിയാക്കുന്നതിലൂടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രിക്കൊപ്പം കോഴിക്കോട് ജില്ലക്കാരനായ ആൾ കൂടി, അതായത് കോഴിക്കോട് ജില്ലയുടെ ഒരു പ്രാദേശിക പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹത്തിനും കാര്യപ്പെട്ട ഒരു വകുപ്പ് ലഭിക്കുമെന്നാണ് കരുതുന്നത്. പാലക്കാട്ട് നിന്നുള്ള M ഷംസുദ്ദീനാണ് ഈ മന്ത്രി ആവാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ഏറ്റവും പ്രമുഖനായി അടുത്തതുള്ളത്. പാലക്കാട്ട് നിന്നും ഒരു മന്ത്രി ഉണ്ടാവും. അതായത് മലപ്പുറത്തിനും കോഴിക്കോടിനും ഒക്കെ അപ്പുറം ഒരു മന്ത്രി എന്ന ഒരു സാധ്യതയാണ് അദ്ദേഹത്തെ പരിഗണിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട
കാര്യം. അഞ്ചാമതൊരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറോ ചീഫ് വിപ്പോ പോലുള്ള പദവി ലഭിച്ചാൽ ആർക്ക് നൽകണം എന്ന് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും ലീഗിൽ പുരോഗമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളത് കാസർഗോഡ് നിന്നുള്ള AK അഷ്റഫ് എന്ന പേരിന് ആണ്. ആ പേരിന് കാര്യമായ പരിഗണന നൽകുന്നു. ഒപ്പം കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇത്തവണ വലിയ നേട്ടം UDF ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. മിക്ക സീറ്റുകളിലും വിജയിച്ച ഒരു സാഹചര്യം, അതായത് മത്സരിച്ച സീറ്റുകളിലൊക്കെ വിജയിച്ച സാഹചര്യം ലീഗിനുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് നിന്നുള്ള MLA-മാരിൽ ഒരാൾക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അതിൽ പാറക്കൽ അബ്ദുള്ള, കുറ്റ്യാടിയിൽ ഒരു ഭിന്നുന്ന വിജയം നേടിയ പാറക്കൽ അബ്ദുള്ള, ഒപ്പം ഈ കുന്നമംഗലം സീറ്റ് PT റഹീമിൽ നിന്നും പിടിച്ചെടുത്ത റസാഖ് മാസ്റ്റർ എന്നിവരുടെ പേരുകൾ കാണാം പ്രാമുഖ്യമുള്ളത്. ഇതിൽ പാറക്കൽ അബ്ദുള്ള വേണോ റസാഖ് മാസ്റ്റർ വേണമോ ഇങ്ങനൊരു സ്ഥാനം അഞ്ചാമത് ലഭിച്ചാൽ മന്ത്രിയാക്കാൻ എന്നത് സംബന്ധിച്ച ചർച്ചയുമുണ്ട്. ഒപ്പം നമുക്കറിയാം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ചില സർപ്രൈസുകൾ പാണക്കാട് തങ്ങൾ കരുതിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിസ്മയമായി മാറിയത് പേരാമ്പ്രയിൽ നിന്നുള്ള ഫാത്തിമ തൈലി എന്ന യൂത്ത് ലീഗ് നേതാവിന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. അവർ കുറ്റിച്ചിറയിൽ നിന്നുള്ള കൗൺസിലറായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കോർപ്പറേഷനിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. അപ്രതീക്ഷിതമായി പേരാമ്പ്രയിലേക്ക് അവരെ നിയോഗിക്കുന്നത്. അതും CPM-ലെ ഏറ്റവും വടവൃക്ഷമായ അല്ലെങ്കിൽ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥികളിൽ ഒരാളായ TP രാമകൃഷ്ണൻ LDF കൺവീനർ തന്നെ മലർത്തിയടിച്ചാണ് പേരാമ്പ്രയിൽ നിന്നും അവർ നിയമസഭയിലേക്ക് വരുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുസ്ലിം വനിത അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു വനിത നിയമസഭയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്നത് ഈ അഞ്ചാം സ്ഥാനമൊക്കെ ലഭിച്ചാൽ ഒരുപക്ഷെ ഫാത്തിമ തഹ്ലിയ മന്ത്രിയായി നിയമസഭയിൽ ഉണ്ടാവുമോ എന്നത് തന്നെയാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വനിത മുസ്ലിം ലീഗിൽ നിന്ന് ജയിച്ച ആദ്യ വനിത, കേരളത്തിലെ ആദ്യ മുസ്ലിം ലീഗിന്റെ വനിത മന്ത്രി ആവുമോ എന്നൊരു ചോദ്യമാണ്. അതാണ് അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അന്തരീക്ഷത്തിലുണ്ട്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെയാണ് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എത്തിയത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ കഴിയാത്തതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്നും ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം VD പറഞ്ഞു. ഒപ്പം ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അതൊക്കെ തീരുമാനിക്കേണ്ടത് താൻ മാത്രമല്ല, താൻ ഒറ്റയ്ക്കല്ല, അതൊരു കൂട്ടായ തീരുമാനമാണ് എന്നുള്ള മറുപടിയോടുകൂടിയാണ് സതീശൻ മടങ്ങിയത്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊരു വലിയ നഷ്ടമായി ഞാൻ കണക്കാക്കുന്നത് മന്ത്രിയാകാത്തതല്ല, ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായപ്പോൾ ആ മന്ത്രിസഭയിൽ അംഗമാകണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ആളല്ല. നമ്മൾ ഒരു കാര്യം വിമർശിച്ചാൽ, ഞാൻ വിമർശിച്ചിട്ടുണ്ട് എന്നിവരോട് പറഞ്ഞു, CLP മീറ്റിങ്ങിൽ പറഞ്ഞു, വിമർശിച്ചിട്ടുണ്ട്. അപ്പം തന്നെ അദ്ദേഹം വിളിച്ച് സംസാരിച്ച് അത് ശരിയാണെന്ന് തോന്നിയാൽ അപ്പം നടപടിയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു ഡസൻ കാര്യങ്ങളിലെങ്കിലും പരാതി പറയാറുണ്ട്. ആ ഒരു ഡസൻ കാര്യങ്ങളിലും അദ്ദേഹം ആ പരാതി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തെ പോലത്തെ ഒരാൾ വഴികാട്ടിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇന്നലെ രാത്രി 8:30 മണിയോടുകൂടിയാണ് VD സ്വാമി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലെത്തുകയും ദർശനം നടത്തി മടങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ UDF-ൽ പ്രത്യേകിച്ച് ലീഗിലുണ്ടായ ചില കല്ലുകടികളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധയൊന്നെത്തണം. അത് തൊടുപുഴയിൽ നടന്ന ഒരു പ്രകടനമാണ്. അത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ വലിയ തോതിൽ ബാധിക്കത്തക്ക രീതിയിലുള്ള ചില മുദ്രാവാക്യം വിളികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ലീഗ് ഭരിക്കും കേരള നാട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് തൊടുപുഴയിൽ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഇതിലിപ്പോഴും വിവാദം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് കാർമ്മികത്വം വഹിച്ച യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ ലീഗ് സസ്പെൻഡ് ചെയ്ത് മാതൃകാപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കുമെതിരെ ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയതും വിവാദമായി. ഈ മുദ്രാവാക്യം വിളിയാണ്
നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടാൻ കാരണമായ ഒന്നായി മാറും. നമുക്കറിയാം, വെള്ളാപ്പള്ളി നരേശന് അതിരൂക്ഷമായ ഭാഷയിൽ ലീഗിനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിമർശിക്കുന്നുണ്ട്. സുകുമാരൻ നായരും ഈ മുഖ്യമന്ത്രി തീരുമാനിച്ച ശേഷം ലീഗിൻ്റെ സ്വാധീനമാണ് എന്ന വിമർശനം ഉയർത്തിയിരുന്നു. ഇതിനൊക്കെ പകരമായാണ് ഇത്തരമൊരു മുദ്രാവാക്യം വിളിയുമായി പ്രവർത്തകർ വന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സാഗർ വിവരങ്ങളുമായി ചേരും. സാഗർ, ഇതിപ്പോൾ നമുക്ക് ആ മുദ്രാവാക്യം വിളികളിൽ തന്നെ കേൾക്കാം അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇത് വളരെ കൃത്യമായി തന്നെ നടപടിയെടുത്തിരിക്കുകയാണ് അല്ലേ ലീഗ്? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെ തൊടുപുഴയിൽ നടന്ന ഒരു പ്രകടനത്തിലാണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളി ഉണ്ടായത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുസ്ലിം ലീഗിന്റെ പേരിൽ നടന്ന പ്രകടനത്തിലെ മുദ്രാവാക്യങ്ങൾ ആണ് ഇത്തരത്തിൽ നമ്മൾ തൊട്ടു മുമ്പ് കേട്ടത്. ഈ ലീഗ് ഭരിക്കും കേരള മണ്ണ് എന്നാണ് മുദ്രാവാക്യം. വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രകടനം ഇവർ നടത്തിയത്. ഇതിനെതിരെ ഇത്തരത്തിലൊരു പ്രകടനം നടത്തിയത് ഈ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഈ പ്രകടനത്തിനിടയിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകോപനകരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. ഈ വെള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായർ എന്നിവർക്കെതിരെയായിരുന്നു ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളി ഉണ്ടായത്. ഈ മുദ്രാവാക്യം വിളി മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും രംഗത്തെത്തി. പ്രവർത്തകർക്കെതിരെ ആദ്യം രംഗത്തെത്തിയത് ഇടുക്കി ജില്ലാ നേതൃത്വമാണ്. ഇതിനെ ശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. പിന്നാലെയാണ് നടപടിയുമായി സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയത്. യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തതായി ജനറൽ സെക്രട്ടറി ഫിറോസ് അറിയിക്കുകയായിരുന്നു. ഈ ആഹ്ലാദ പ്രകടന ജാഥയെ നിയന്ത്രിക്കുവാൻ ലീഗ് പ്രവർത്തകർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ആ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളിയുമായി എത്തിയത്. ഈ ആഹ്ലാദ പ്രകടനങ്ങൾ അതിര് കടക്കരുത് എന്ന സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ആരായാലും പാർട്ടി അംഗീകരിക്കില്ലെന്നും പറഞ്ഞിരുന്നു. ഇത് പിന്നീടാണ് ഇത്തരത്തിലൊരു പ്രകടനം നടന്നത്. അതേസമയം ഈ പ്രകടനം നടത്തിയവർ ആരൊക്കെയാണെന്ന് പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് PMA സലാമും അറിയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, സാഗർ വിവരങ്ങൾ പങ്കുവച്ചു. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ CPM-CPI തർക്കം തുടരുകയാണ്. CPM നിലപാട് വ്യക്തമാക്കും. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ CPM സംസ്ഥാന സമിതി ഇന്നലെ തീരുമാനിച്ചിരുന്നു. TG സജിത്തുണ്ട്. സജിത്ത്, ഇനിയിപ്പോൾ വീണ്ടും സതീശൻ പിണറായി പോര് അല്ലെങ്കിൽ തർക്കം നേർക്കുനേർ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ നിയമസഭയിൽ നമുക്ക് കാര്യങ്ങൾ കാണാം. ഈ പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ട് CPI കാര്യങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. CPM വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ അത്തരമൊരു പദവി കൊടുക്കില്ല എന്നുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ വന്നിരുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, എന്തായാലും പ്രതിപക്ഷ നേതാവ് സംബന്ധിച്ച തീരുമാനം CPM-ന്റെ സംസ്ഥാന സമിതി ഇന്നലെ കൈക്കൊണ്ടതോടെ ഇനി ഉപനേതാവ് ആരാ എന്ന ചോദ്യമാണ്. CPI ഇതിൽ ക്ലെയിമുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ തരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ CPI ശ്രമിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് CPM നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ കൂടിയും ആ സ്ഥാനം വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു പോസ്റ്റ് നിലവില്ലെങ്കിൽ കൂടിയും അത് കഴിഞ്ഞ 2 നിയമസഭകൾ മുതലാണ് അത്തരമൊരു ചുമതല സ്വാഭാവികമായി സ്പീക്കറുടെ പരാമർശത്തോടുകൂടി നിലനിന്ന് പോകുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവില്ലെങ്കിൽ പ്രതിപക്ഷ നിരയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഉപനേതാവ് എന്ന പോസ്റ്റിലൂടെ പൊതുവിൽ അറിയപ്പെടുന്നത്. UDF മിനിസ്ട്രിയുടെ കാലത്തൊക്കെ അത് PK കുഞ്ഞാലിക്കുട്ടി ഘടകകക്ഷി കൈകാര്യം ചെയ്തിരുന്നു. അതുതന്നെയാണ് CPI ഇപ്പോൾ ഇത് ഉന്നയിക്കുന്നതിന് കാരണവും. അതേസമയം കഴിഞ്ഞ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് ഉപനേതാവായി പ്രവർത്തിച്ചത്. അതായത് CPM തന്നെയായിരുന്നു ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. സ്വാഭാവികമായ ഒരു നീക്കമാണ് ഇത്തവണയും ഇവിടെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അതായത് CPI ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അത് വിട്ടുകൊടുക്കാനുള്ള സാധ്യത CPM-ന്റെ ഭാഗത്തു നിന്നില്ല. പിണറായി വിജയനൊപ്പം ഉപനേതാവായി KN ബാലഗോപാൽ പ്രവർത്തിക്കാനാണ് സാധ്യത. അതാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഇത് ഇടതുമുന്നണിയിൽ വലിയ തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ലെങ്കിൽ കൂടി CPI അവരുടെ ക്ലെയിം ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഉപനേതാവ് സ്ഥാനത്തേക്ക് CPM നേതാവ് തന്നെ വരും. അത് KN ബാലഗോപാൽ തന്നെയാവാനാണ് സാധ്യത. ശരി, സൈത്ത് വിവരങ്ങൾ പങ്കുവച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും MLA ആയി ദീർഘകാലവും സതീശൻ്റെ ഓഫീസ് പരവൂരിലെ കേസരി കോളേജിനടുത്തുള്ള വീടാണ്. 2001 MLA ആയി എത്തുമ്പോൾ മറ്റൊരിടത്തായിരുന്നു ഓഫീസെങ്കിലും 3ാം ടേമിലാണ് ഇവിടെ എത്തുന്നത്. ഇനി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസായി മാറും. അഡ്വക്കേറ്റ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പോയൊരു 5 വർഷം പറവൂരിൽ ദേശീയപാതയുടെ ഭാഗമായി ഇതുവഴി കടന്നു പോകുമ്പോഴെല്ലാം ഈ ബോർഡും ഈ വഴിയുമെല്ലാം ഒരു അടയാളം തന്നെയായിരുന്നു. ഒരു വഴിയടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട്
നിരവധിയായ വാർത്താ സമ്മേളനങ്ങൾക്കും മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് ഇവിടേക്ക് എത്താം മാധ്യമപ്രവർത്തകർക്ക്. അതോടൊപ്പം തന്നെയാണ് ഈ വഴി അന്വേഷിച്ചെത്തുന്ന നിരവധിയായ ആളുകളുമുണ്ട്. പരാതികളും മറ്റു കാര്യങ്ങളുമായി പ്രതിപക്ഷ നേതാവിനെ കാണുന്നതിന്, അതോടൊപ്പം തന്നെ MLA ആയിരുന്ന തങ്ങളുടെ 25 വർഷം MLA ആയിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ജനനേതാവിനെ കാണുന്നതിനെല്ലാം പോയിരുന്നൊരിടം. ഇനി ആ അടയാള വാക്യങ്ങൾ മാറുകയാണ്. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് ഇത് മാറുകയാണ്. ഇവിടെ ദേവരാഗം എന്ന് പറയുന്ന പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അദ്ദേഹം പറവൂരിലേക്ക് തൻ്റെ പ്രവർത്തന മണ്ഡലം മാറുമ്പോൾ 1996 മത്സരരംഗത്തേക്ക് എത്തുന്നു. പിന്നീട് അദ്ദേഹം ആദ്യ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇവിടെ ചൂടുറപ്പിക്കുകയായിരുന്നു. ഇവിടെ ഈ ദേവരാഗം എന്ന് പറയുന്ന ഈ വീട് അതിനുശേഷം ഈ അടുത്ത നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി അല്പം കുറച്ചുകൂടി മോടി പിടിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇന്നിപ്പോൾ ഇവിടെ ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. പോയ ഒരു 5 വർഷം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പല വാർത്താ സമ്മേളനങ്ങൾക്കും മറ്റും ഇടമായിരുന്ന ഇടം. പലപ്പോഴും സർക്കാരിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ പലകുറി നടത്തിയിരുന്ന ഒരിടം. അതോടൊപ്പം തന്നെയാണ് പല സമര പ്രഖ്യാപനങ്ങൾ, അതോടൊപ്പം പല വാർത്തകൾക്ക് അതിൻ്റെ ഒരു ഉത്തരം, പ്രത്യാരോപണങ്ങളെല്ലാം ഈ UDF എന്ന് പറയുന്ന ഈ ബാനറിൻ്റെ അതിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും വാർത്താ സമ്മേളനങ്ങളിലേക്കെല്ലാം തന്നെ മാറിയത്. പിന്നീട് ഇവിടേക്ക് ഈ ഓഫീസ് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന നിരവധിയായ സ്റ്റാഫുകളുള്ള ഒരിടമാണ്. എന്തായാലും അതെല്ലാം മാറുകയാണ്. ഇനി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന ഒരു പുതിയ പ്രതിച്ഛായയിലേക്കെല്ലാം തന്നെ മാറുന്നു. ഇത് കുറച്ചുകൂടി ഒരുപക്ഷെ പഴയതിനേക്കാൾ കൂടുതൽ തിരക്കുള്ള ഒരിടമായിട്ട് ദേവരാഗം മാറുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ളൊരു ദൂരം അത് വളരെ വലുതാണ്. വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഒടുവിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്കും എല്ലാം തന്നെ എത്തുന്നത്. പറവൂരിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ അവർക്കൊരു സംശയവുമില്ലായിരുന്നു. കാരണം പോയ വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെതായിരുന്നുവെന്ന് അവർ പറയുന്നു. അതിന് അർഹമായ രീതിയിലുള്ള ഒരു അംഗീകാരം അതെന്തായാലും അദ്ദേഹത്തെ തേടിയെത്തുമെന്നും അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പഴയ പ്രതിപക്ഷ നേതാവിൻ്റെ പറവൂരിലെ ഓഫീസിന് ഇനി മാറ്റമുണ്ടാവില്ല. പുതിയ മേൽവിലാസം മുഖ്യമന്ത്രിയുടെ ഓഫീസായത് മാറുകയും ചെയ്യുകയാണ്. പറവൂരിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഞാനിപ്പോൾ ന്യൂസ് 18. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഒട്ടും വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. കടുത്ത നീക്കത്തിലേക്ക് ചെന്നിത്തല പോകുന്നു എന്നുള്ള വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ രാജ്യസന്നദ്ധത അറിയിക്കുക എന്ന തരത്തിലേക്ക് പോലും ചെന്നിത്തല മാറിയേക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപമാനിതരായി തുടരേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ ചെന്നിത്തല വ്യക്തമാക്കുന്നത് എന്നറിയുന്നു. ചെന്നിത്തലയ്ക്കൊപ്പമുള്ള വാർഡ് തലം മുതൽ നിയമസഭ വരെയുള്ള ജനപ്രതിനിധികളും ഒരുപക്ഷെ രാജി സമർപ്പിച്ചേക്കാം. ഒരു സമ്മർദ്ദതന്ത്രമായി ഇതിനെ കാണണം. അതിനൊക്കെയുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കി കാണണം. നാളെ പരസ്യമായി ഗ്രൂപ്പ് യോഗം ചേരാൻ ഇപ്പോൾ ചെന്നിത്തല പക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ദീപാദാസ് മുൻഷിയെ പോലും കാണാതെയാണ് ചെന്നിത്തല ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. അങ്ങനെയെങ്കിൽ അത് ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാകും. സർക്കാർ രൂപീകരണത്തിൽ വലിയ പ്രതിസന്ധിയാകും. VD സതീശന് ഇനിയുള്ള ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ ഭരിക്കുക എന്നുള്ളത് കീറാമുട്ടിയാവുകയും ചെയ്യും. പക്ഷേ അതിനു മുൻപ് ഒരുപക്ഷെ ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഹൈക്കമാൻഡ് മുന്നോട്ട് നീങ്ങുന്നുണ്ട് താനും. നമുക്ക് മറ്റ് ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് പോകണം. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് 100 കിലോഗ്രാം ഹൽവ സൗജന്യമായി നൽകുകയാണ് കോഴിക്കോട്ടെ മിഠായി തെരുവിലെ കച്ചവടക്കാരൻ. കൈരളി സ്വീറ്റ്സ് ഉടമ ഷാഹുൽ ഹമീദാണ് ബുധനാഴ്ച ഈ പ്രഖ്യാപനം നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ പ്രഖ്യാപനത്തിന് ശേഷം VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ ഷാഹുൽ ഹമീദ് വാക്ക് പാലിക്കുകയും ചെയ്തു. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പുകൾക്കും അനിശ്ചിതത്വത്തിനൊടുവിൽ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പലതരത്തിലാണ് ആഘോഷങ്ങൾ സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. പാർട്ടി പ്രവർത്തകർ, DCC ഓഫീസുകളിൽ മറ്റ് അനുഭാവികൾ എന്നിവരൊക്കെ സന്തോഷം രേഖപ്പെടുത്തുമ്പോൾ കോഴിക്കോട് മിഠായി തെരുവിലും വളരെ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അല്ലെങ്കിൽ VD സതീശനെ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതിന്റെ ആവേശം വെക്കുന്നു. അവിടെ ഇത് കോഴിക്കോടിന്റെ മധുരമുള്ള അലുവ, കോഴിക്കോടിന് അലുവ നൽകിയാണ്
ഇത്തരം സ്നേഹം പങ്കിടുന്നത്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും സൗജന്യമായി അലുവ എടുക്കാം. സാധാരണ പണം കൊടുത്ത് വാങ്ങുന്ന അലുവയാണ്. ഇന്ന് എങ്ങനെയാ, എന്തുകൊണ്ടാണ് ഈ അലുവ വിതരണം നടക്കുന്നത്? വി സതീശൻ മുഖ്യമന്ത്രി എല്ലാവർക്കും 100 കിലോ അലുവ സൗജന്യമായിട്ട് കൊടുക്കാം. എല്ലാ തരം അലുവയുണ്ട്. പച്ചമാങ്ങ, ഓറഞ്ച് അലുവ, ഗോതമ്പ് അലുവ, കുനാഫ എല്ലാ അലുവയും സൗജന്യമായിട്ട് കൊടുക്കാം. ഒരു 10-35 സൈസ് അലുവ ഇതിലുണ്ട്. നമ്മൾ പിന്നെ പ്രഖ്യാപിച്ചാണ് വി സതീശൻ മുഖ്യമന്ത്രിയായാലും നമ്മൾ 100 കിലോ അലുവ ഇവിടെ കൊടുക്കും. നമ്മൾ ഇതിന്റെ മുമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൈരളി ബേക്കറി യുവജനോത്സവത്തിന് കൊടുത്തിക്കണ്. പിന്നെ അർജന്റീന കപ്പ് അടിച്ചതിന് അതിനും കൊടുത്തിക്കണ്. നമ്മളെല്ലാ ദിനവും ഇവിടെ കൈരളി ബേക്കറിന്റെ വക നമ്മൾ കോഴിക്കോട് മധുരപലഹാരം വിളമ്പുന്നതാണ്. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ജനങ്ങൾ വി ഡി സതീശന്റെ പക്ഷത്താണ്. അല്ലാതെ MLA-മാരെ ഇതെല്ലാം നോക്കണ്ടേ. ജനങ്ങളാണ് വോട്ട് ചെയ്ത് വി ഡി സതീശനെ നമ്മൾ ഈ അധികാരത്തിൽ എത്തിയത്. അപ്പൊ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് നമ്മൾക്ക് ആഗ്രഹിച്ചു പോയതാണ്. അപ്പൊ അതുകൊണ്ട് വി ഡി സതീശൻ ആയാലും നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. കുറച്ച് ദിവസം നീണ്ടുപോയി എന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ആശങ്ക ഉണ്ടായിരുന്നോ ഈ വൈകുന്നേരം നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, പ്രതിപക്ഷ നേതാവായി 5 കൊല്ലം ഭരണത്തിൽ നിന്നിട്ട് നമ്മൾ അത്രയും നമ്മൾ കഴിവുണ്ടാക്കിയ ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്. അതുകൊണ്ടാണ് എല്ലാ ജനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത്. അല്ലാതല്ല, നമ്മൾ നല്ലൊരു ഭരണം നമുക്ക് കേരളത്തിൽ ഉണ്ടാവും വി ഡി സതീശൻ വന്നാൽ. കോൺഗ്രസ്സുകാരനാണോ? അല്ല, നമ്മള് അങ്ങനെ ഒന്നുമില്ല. നമ്മള് എല്ലാ പക്ഷത്തും നിൽക്കുന്ന ആളാ. പക്ഷെ നമ്മള് ആഗ്രഹിച്ചു പോയി വി ഡി സതീശൻ ആവണമെന്ന്. അതെ, വി ഡി സതീശൻ ആകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, പാർട്ടി നോക്കിയിട്ടല്ല, നല്ലൊരു പ്രവർത്തനം കൊണ്ട് കാഴ്ചവെച്ചുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചു പോയതാണ്. എത്ര കിലോ അലുവയാണ് ഇപ്പം നിങ്ങൾ? 100 കിലോ അലുവ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കും. നിലപാടുകൾ രാജകുമാരൻ അലുവ എടുത്തോ? എടുത്തു. ഇവരിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കും. നല്ല കാര്യം. ഒരാൾ നല്ല മനസ്സിന് ആയിരുന്നു നന്ദി. ഒരു കോൺഗ്രസ് വി ഡി സതീശൻ വരണം തന്നെ ആഗ്രഹം. അത് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നേരത്തെ തന്നെ കൈരളി സ്വീറ്റ്സ് ഇക്കാര്യം കോഴിക്കോടൻ അലുവ 100 കിലോ അലുവ സൗജന്യമായി നൽകുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ മിഠായിത്തല വരുത്തുന്ന എല്ലാ ആളുകളും ഈ വി ഡി സതീശന്റെ വിജയത്തിൽ അല്ലെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിൽ ഇവർ നൽകുന്ന അലുവ നുകർന്ന് അല്ലെങ്കിൽ അലുവയുടെ മധുരം നുകർന്ന് പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ചെറിയ ആശങ്കകളൊക്കെ ഇടയ്ക്കുണ്ടായി. എങ്കിൽ പോലും തങ്ങളുടെ ആഗ്രഹം സഫലമായതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഈ മിഠായി തെരുവിലെ കൈരളി സ്വീറ്റ്സിന്റെ ഉടമകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. രമേശ് ചെന്നിത്തലയെ അണിനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് ഇതുവരെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. കടുത്ത നീക്കത്തിലേക്ക് ചെന്നിത്തല കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നേരത്തെ രാജ്യസന്നദ്ധത അറിയിക്കാൻ ചെന്നിത്തല ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അപമാനിതനായി എന്നുള്ള വികാരം അദ്ദേഹത്തിനുണ്ട്. ചെന്നിത്തലയ്ക്കൊപ്പമുള്ള വാർഡ് തലം മുതൽ നിയമസഭ വരെയുള്ള ജനപ്രതിനിധികൾ രാജി സമർപ്പിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. നാളെ പരസ്യമായി ഗ്രൂപ്പ് യോഗം ചേരും. രാഹുൽ ഗാന്ധിയെ തീരുമാനം അറിയിക്കും. കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ച ദീപാദാസ് മുൻഷിയെ കാണാൻ ചെന്നിത്തല കൂട്ടാക്കിയില്ല എന്നുള്ള അതിനിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു ലാസ്റ്റ് ബസ്സാണ്, സംശയമില്ല. അത് അദ്ദേഹത്തിന് കയറാൻ പറ്റിയില്ല. ഹൈക്കമാൻഡ് ആ ബസ് വേഗത്തിൽ അങ്ങ് വിട്ടുപോയി. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലും അനുനയിക്കാനില്ല എന്ന് തന്നെയാണോ? ഇന്നലെ ഗുരുവായൂരിൽ സംസാരിച്ചപ്പോൾ സതീശന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ചെന്നിത്തല. അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് ചെന്നിത്തല ക്യാമ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 2021 തനിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അപമാനിതനായി തന്നെ മാറ്റിയതിന് സമാനമായ തരത്തിൽ വീണ്ടും അതേ നീക്കം തന്നെയാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് രമേശ് ചെന്നിത്തലയോട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചെന്നിത്തല അനുകൂലികളുടെ വാദം. അതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി അടിയന്തരമായി ഒരു ഓൺലൈൻ യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് രമേശ് ചെന്നിത്തലയോട് അപമാനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ അപമാനിതരായി ഒരു പദവിയും ഏറ്റെടുക്കേണ്ടതില്ലെന്നൊരു നിലപാടിലേക്ക് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ എത്തിയത്. അതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും രാഹുൽ ഗാന്ധിയും ആ തീരുമാനം അറിയിക്കാനുള്ള ഒരു നീക്കം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനിടെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തലയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഒരു പ്രതികരണവും തിരിച്ചുണ്ടായില്ല. ദീപാദാസ് മുൻഷി അദ്ദേഹത്തെ വസതിയിലെത്തി അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എത്തിയാലും മുഖം കൊടുക്കേണ്ടതില്ല, ആ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകില്ല ദീപാദാസ് മുൻഷിയുമായിട്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ പരസ്യമായ ഒരു ഗ്രൂപ്പ് യോഗം വിളിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
പറയുന്നത്. കരുണാകരന്റെ കാലത്തേതിന് സമാനമായ തരത്തിൽ പരസ്യമായി ഗ്രൂപ്പ് യോഗം വിളിച്ച് ഒപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളെ വാർഡ് തലം മുതലുള്ളവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് രാജി സമർപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് എത്തുന്നത്. അങ്ങനെയെങ്കിൽ അതിനോട് പാർട്ടി നേതൃത്വം ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വളരെ നാടകീയമായ ഒരു നീക്കങ്ങളിലേക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ മാറുകയാണ്. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനായി ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഉപമുഖ്യമന്ത്രി പദവി പോലുള്ള മറ്റ് പദവികളൊന്നും ഉണ്ടാകില്ല എന്ന കാര്യം ചെന്നിത്തലയെ തന്നെ നേരിട്ട് നേതൃത്വം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം അത് തെറ്റായ ഒരു കീഴ്വഴക്കമാകും എന്നാണ് നൽകിയിരിക്കുന്ന സൂചന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് രമേശ് ചെന്നിത്തല വിഭാഗം നീങ്ങുന്നത്. എന്തായാലും ഈ പരസ്യ ഗ്രൂപ്പ് യോഗത്തോടെ ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണയുണ്ടാകും. അനുനയ നീക്കത്തിന്റെ ഭാഗമായി ദീപാദാസ് മുൻഷിക്ക് പുറമെ ഹൈക്കമാൻഡിന്റെ മറ്റ് പ്രതിനിധികളും, അതായത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃനിരയിലിരുന്ന അജയ് മാക്കാനും അതോടൊപ്പം മുകുൾ വാസ്നിക്കുമായിരുന്നു കേരളത്തിലേക്ക് നിരീക്ഷകരായി എത്തിയത്. അവർ തന്നെ ചെന്നിത്തലയെ ഒരുപക്ഷെ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടിലേക്ക് ചെന്നിത്തലയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും എത്തിയിരിക്കുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ദീപാദാസ് മുൻഷിയെ കാണാൻ ചെന്നിത്തല തയ്യാറാകുന്നില്ല. ഒരു തരത്തിലും ഉള്ള അനുനയത്തിന് തയ്യാറല്ല. ജനപ്രതിനിധികൾ പോലും രാജിവെക്കും. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ളവർ അതിപ്പോൾ പഞ്ചായത്ത് തലം മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ മോളിത്തട്ടിൽ MLA-മാർ വരെയുള്ളവർ രാജിവെക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരമൊരു തീരുമാനത്തിലേക്ക് രമേശ് ചെന്നിത്തല വിഭാഗം പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെയൊക്കെ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ നടപടികളിലേക്ക് എത്തുക എന്നുള്ളത് എങ്ങനെ ആയിരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും വളരെ തീവ്രമായ ചർച്ചകൾ രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കാൻ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാൻ കുര്യനാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ന്യൂസ് 8-ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് നമുക്കൊന്ന് പോകാം. വയനാട് പുൽപ്പള്ളി പെരിക്കല്ലൂർ സ്വദേശികളായ അരുൺ ആർദ്ര ദമ്പതികളുടെ മകൾ സാഗരിക അരുണിൻ്റെ 9ാം പിറന്നാൾ ഇന്നാണ്. സാഗരികയ്ക്ക് കൊച്ചുമിടുക്കിക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. തിരുവനന്തപുരം ബാലരാമപുരം ഐത്തിയൂർ സ്വദേശിയായ ശരത്ത് ഷാബിക ദമ്പതികളുടെ മകനായ ഋതിക്കിൻ്റെ 5ാം ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് ചേച്ചി നക്ഷത്ര, കൂട്ടുകാരായ പപ്പൂസ്, അക്കു, ചിക്കു, ദിയ, സയാൻ, നസ്രത്ത്, ഒപ്പം അവൻ്റെ ഹോം സ്കൂളിലെ ടീച്ചേഴ്സ്. ഋതിക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകൻ കൂടിയായ രതീഷിൻ്റെ മകനാണ്. രതീഷ് അറിയപ്പെടുന്നത് ശരത്ത് എന്നാണ്. അപ്പോൾ ശരത്ത് എന്നാണ് നാട്ടുകാർക്ക് അറിയാവുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശരത്ത് ഷാബിക ദമ്പതികൾ എന്ന് ആദ്യം വായിച്ചത് അങ്ങനെയാണ്. ഞങ്ങളൊക്കെ വിളിക്കുന്നത് രതീഷ്, ഞങ്ങൾക്ക് രതീഷ് എന്ന പേര് മാത്രമാണ് അറിയാവുന്നത്. ഏതായാലും ഋതിക്കിന് കുട്ടന് അവന് എല്ലാ ആശംസകളും ന്യൂസ് 8-ന്റെ ഭാഗത്ത് നിന്നും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.